നിങ്ങൾക്ക് നമസ്കാരം. സുനിൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സംസാരിക്കുന്ന വിഷയം ഫിജിക്കാർട്ട് ബിസിനസ് അവസരവും ഒരു റീറ്റെയിൽ ഷോപ്പും തമ്മിലുള്ള താരതമ്യമാണ്. ജീവിതാവസാനം വരെ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഒരു റീറ്റെയിൽ ഷോപ്പും ഫിജിക്കാർട്ട് ബിസിനസ്സും തമ്മിലുള്ള താരതമ്യത്തിൽ ആദ്യത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു റീറ്റെയിൽ ഷോപ്പ് ഒരു ഫിസിക്കൽ സ്റ്റോറാണ്. നമുക്ക് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട റീറ്റെയിൽ ഷോപ്പിൽ പോയി ഉൽപ്പന്നങ്ങൾ വാങ്ങാം. നാട്ടിൻപുറത്തുള്ള പെട്ടിക്കട മുതൽ പട്ടണത്തിലുള്ള വലിയ ഷോപ്പിംഗ് മാളുകൾ വരെ റീറ്റെയിൽ ഷോപ്പുകളുടെ പട്ടിക നീണ്ടതാണ്. കാണാൻ കഴിയുന്ന ഒരു ഫിസിക്കൽ സ്റ്റോറാണ് ഒരു റീറ്റെയിൽ ഷോപ്പ് എങ്കിൽ, ഫിജിക്കാർട്ട് ബിസിനസ് അവസരം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സ്റ്റോർ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഫ്രാഞ്ചൈസി സ്റ്റോർ ആണ്. എന്താണ് ഡിജിറ്റൽ സ്റ്റോർ? നമ്മൾ നമ്മുടെ ഫോണിൽ ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? അതുപോലെ ഫിജിക്കാർട്ട് എന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫിജിക്കാർട്ടിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഫിജിക്കാർട്ട് എന്ന ബിസിനസ് അവസരത്തെ ഒരു ഡിജിറ്റൽ സ്റ്റോർ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഫ്രാഞ്ചൈസി സ്റ്റോർ എന്ന് വിളിക്കുന്നത്. ഒരു റീറ്റെയിൽ ഷോപ്പും ഫിജിക്കാർട്ട് ബിസിനസ് അവസരവും തമ്മിലുള്ള കമ്പാരിസണിലെ രണ്ടാമത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. ഒരു റീറ്റെയിൽ ഷോപ്പ് നമുക്ക് ആരംഭിക്കുന്നതിന് അതൊരു ഫിസിക്കൽ സ്റ്റോർ ആയതിനാൽ അതിനൊരു ലാൻഡ് വേണം, മനോഹരമായ ഒരു ബിൽഡിങ്ങും വേണം. ഈ രണ്ട് കാര്യങ്ങൾക്ക് തന്നെ വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ റീറ്റെയിൽ ഷോപ്പ് റണ്ണിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്കവിടെ കറണ്ട് ആവശ്യമാണ്, വാട്ടർ ആവശ്യമാണ്, അതുപോലെ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ലൈസൻസ് ആവശ്യമാണ്. ഇനി ജോലിക്കാരെ വേണമെങ്കിൽ ജോലിക്കാരെ നിയമിക്കേണ്ടി വരും. ഇതിനെല്ലാം കൂടി ഒരു വർക്കിംഗ് ക്യാപിറ്റൽ കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനാൽ ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുന്നതിനും അത് നടത്തിക്കൊണ്ടു പോകുന്നതിനും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും വർക്കിംഗ് ക്യാപിറ്റലും ഉള്ളതിനാൽ സാധാരണക്കാരായ ഒരാൾക്ക് ഒരു ബിസിനസ്സുകാരനാവുക എന്നത് ആഗ്രഹം മാത്രമായിട്ട് അവശേഷിക്കുന്നു. എന്നാൽ ഫിജിക്കാർട്ട് എന്ന ബിസിനസ് അവസരം ഒരു ഡിജിറ്റൽ സ്റ്റോർ ആയതിനാൽ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടോ? അതായത് ഇവിടെ ലാൻഡ് ആവശ്യമില്ല, ഒരു ബിൽഡിംഗ്, മനോഹരമായ ഒരു ബിൽഡിംഗ് ആവശ്യമില്ല, കറണ്ട് ബില്ല് ആവശ്യമുണ്ടോ? വാട്ടർ ആവശ്യമില്ല, ലൈസൻസ് ആവശ്യമില്ല, നമുക്ക് ജോലിക്കാരെ നിയമിക്കേണ്ട ആവശ്യമില്ല. ഈ ചെലവുകളെല്ലാം ഒഴിവാക്കി കിട്ടുകയാണ് ഡിജിറ്റൽ സ്റ്റോർ ആയതുകൊണ്ട്. അതിനാൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഏതൊരു സാധാരണക്കാരനും ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുവാൻ ഫിജിക്കാർട്ട് എന്ന ബിസിനസ് അവസരത്തിൽ സാധ്യമാകുന്നു എന്നതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു റീറ്റെയിൽ ഷോപ്പും ഫിജിക്കാർട്ട് ബിസിനസ് അവസരവും തമ്മിലുള്ള കമ്പാരിസണിലെ മൂന്നാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത് ലൊക്കേഷനെ കുറിച്ചാണ്. നമ്മളൊരു റീറ്റെയിൽ ഷോപ്പ് ആരംഭിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന്. നമ്മുടെ റീറ്റെയിൽ ഷോപ്പിന്റെ കച്ചവട സാധ്യതകൾ, ലാഭനഷ്ടങ്ങൾ വരുന്നത് അതിന്റെ ലൊക്കേഷനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആരുമില്ലാത്തൊരു സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ കട സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കട നഷ്ടത്തിലായിരിക്കും. അതിനാൽ ലൊക്കേഷൻ എന്നത് ഒരു സംരംഭം തുടങ്ങുമ്പോൾ, ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഫിജിക്കാർട്ട് ബിസിനസ്സിൽ ഒരു ഡിജിറ്റൽ സ്റ്റോർ ആയതിനാൽ, നമ്മുടെ ഫോണിൽ കിട്ടുന്ന ഒരു ആപ്പ് ആയതിനാൽ, നമ്മൾ പോകുന്നിടത്തെല്ലാം നമുക്ക് ഫോണും കൊണ്ടുപോകാൻ സാധിക്കുന്നതിനാൽ നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും ഈ ബിസിനസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ നാട്ടിൽ ഇരുന്നു കൊണ്ട്, അതല്ല ഇനി വിദേശത്ത് പോവുകയാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്നു. ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് ഫിജിക്കാർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ലൊക്കേഷൻ എന്നത് ഫിജിക്കാർട്ട് ബിസിനസ്സിൽ ഒട്ടും പ്രസക്തമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. റീറ്റെയിൽ ഷോപ്പും ഫിജിക്കാർട്ട് ബിസിനസ്സും തമ്മിലുള്ള താരതമ്യത്തിലെ നാലാമത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് റിസ്കിനെ കുറിച്ചാണ്. നമ്മളൊരു റീറ്റെയിൽ ഷോപ്പ് ആരംഭിക്കുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലും വരുന്നുണ്ട്. നമ്മുടെ മുതൽ മുടക്കിനനുസരിച്ച് ലാഭനഷ്ട സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും വലിയ മുതൽ മുടക്ക് നടത്തി ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാനോ ഒരു ബിസിനസ്സുകാരനാവാനോ സാധിക്കാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. എന്നാൽ ഫിജിക്കാർട്ട് ബിസിനസ് അവസരം ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാത്തതിനാൽ ഏതൊരു സാധാരണക്കാരനും
തിരഞ്ഞെടുക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്കൊരു ഡിജിറ്റൽ സ്റ്റോർ ആയതിനാൽ നമുക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. ഇൻവെസ്റ്റ്മെന്റും വർക്കിംഗ് ക്യാപിറ്റലും ആവശ്യമില്ലാത്തതിനാൽ നമുക്ക് നഷ്ടസാധ്യതയും തീരെയില്ല. ഒരു റിസ്ക്കും ഇല്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ, ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഏതൊരു സാധാരണക്കാരനും ഫിജിക്കാർട്ട് എന്ന ബിസിനസ് അവസരം തെരഞ്ഞെടുത്തുകൊണ്ട് നല്ലൊരു ബിസിനസ്സുകാരനാവാൻ സാധിക്കുന്നു എന്നതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. അഞ്ചാമത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് കച്ചവടക്കാർക്ക് കിട്ടുന്ന വരുമാനത്തെ കുറിച്ചാണ്. നമ്മുടെ ചെലവുകളാണ് കച്ചവടക്കാർക്ക് വരുമാനമായിട്ട് മാറുന്നത്. നമ്മൾ ഓരോരുത്തർക്കും നിത്യവും ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യകതയുണ്ട്. നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ ചെലവുകൾ കച്ചവടക്കാർക്ക് വരുമാനമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചെലവുകൾ കച്ചവടക്കാർക്കുള്ള വരുമാനമായിട്ട് മാറുന്നു എന്ന് പറയുന്നത്. ഫിജിക്കാർട്ട് എന്ന ബിസിനസ് അവസരത്തിൽ നമ്മുടെ ചെലവുകൾ ആണ് നമുക്ക് തന്നെ വരുമാനമായിട്ട് മാറ്റാൻ കഴിയുന്നത്. ഈ ആശയമാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനെ ലോകത്തിലെ നമ്പർ 1 പ്രൊഫഷൻ ആക്കി മാറ്റുന്നത്. അതിനാൽ ഫിജിക്കാർട്ട് എന്ന ബിസിനസ് അവസരം വളരുമ്പോൾ റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് അവർക്കുള്ള അവസരം, അവർക്കുടെ വരുമാന സാധ്യത കുറയുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, കുറയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. റീറ്റെയിൽ ഷോപ്പും ഫിജിക്കാർട്ട് ബിസിനസ് അവസരം തമ്മിലുള്ള താരതമ്യത്തിലെ 6ാമത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഉൽപ്പന്നത്തെ കുറിച്ചുള്ള അറിവുകളാണ്. നമ്മളൊരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുമ്പോൾ ആ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ആധികാരികമായ അറിവ് നമുക്ക് ലഭിക്കണമെന്നില്ല. റീറ്റെയിൽ ഷോപ്പുകാരൻ അത് ഉപയോഗിച്ച് നോക്കി അതിന്റെ ഗുണം മനസ്സിലാക്കിയിട്ടല്ല ആ ഉൽപ്പന്നം നിൽക്കുന്നത്. ചിലപ്പോൾ ആ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്നത് ആ ഷോപ്പ് ഉടമയുടെ ഒരു ജോലിക്കാരനായിരിക്കും. ആ ജോലിക്കാരന് ഈ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ആധികാരികമായ അറിവ് ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. അതുകൊണ്ട് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നും ഒരു ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ആധികാരികമായ അറിവ് നമുക്ക് കിട്ടണമെന്നില്ല. എന്നാൽ ഫിജിക്കാർട്ട് ബിസിനസ്സിൽ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ആധികാരികമായ അറിവ് നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഉൽപ്പന്നം ഉപയോഗിച്ച് അതിന്റെ ഗുണം മനസ്സിലാക്കി അതിനുശേഷം മാത്രമാണ് ആ ഉൽപ്പന്നത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്. റീറ്റെയിൽ ഷോപ്പും ഫിജിക്കാർട്ട് ബിസിനസ്സും തമ്മിലുള്ള കമ്പാരിസണിലെ 7ാമത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് റീറ്റെയിൽ ഷോപ്പുകാർക്ക് കിട്ടുന്നത് ആക്റ്റീവ് ഇൻകം ആണ്. ഒരു റീറ്റെയിൽ ഷോപ്പിൽ കച്ചവടം നടക്കുമ്പോൾ മാത്രമാണ് വരുമാനം ഉണ്ടാകുന്നത്. ആ കട അടച്ചിട്ടിരുന്നാലോ, ആ കട തുറന്ന് പ്രവർത്തിക്കാതിരുന്നാലോ അവിടെ വരുമാനം ഉണ്ടാകുന്നില്ല. അതിനാൽ ഒരു റീറ്റെയിൽ ഷോപ്പിൽ കച്ചവടം നടക്കുമ്പോൾ മാത്രമാണ്, ആ കട തുറന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇതിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. റീറ്റെയിൽ ഷോപ്പിൽ വരുമാനം ഉണ്ടാകണമെങ്കിൽ കട തുറന്നു വെച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്. എന്നാൽ ഫിജിക്കാർട്ട് ബിസിനസ്സിൽ നമ്മൾ ഒറ്റയ്ക്ക് പണി ചെയ്യേണ്ടി വരുന്നില്ല. ഫിജിക്കാർട്ട് ബിസിനസ് ഒരു സിസ്റ്റം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. അതിനാൽ എപ്പോഴും ലീഡേഴ്സിന്റെ സഹായം ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ്. അതിനാൽ ഫിജിക്കാർട്ട് എന്നത് ഒരു ടീം വർക്ക് ആയതിനാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു പാസീവ് ഇൻകത്തിലേക്ക് മാറാൻ സാധിക്കുന്നു എന്നതാണ് ഫിജിക്കാർട്ട് ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു റീറ്റെയിൽ ഷോപ്പും ഫിജിക്കാർട്ട് ബിസിനസ്സും തമ്മിലുള്ള കമ്പാരിസണിലെ 8ാമത്തെ പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങിയ ആർക്ക് വേണമെങ്കിലും അതൊരു പാസീവ് ഇൻകം മോഡൽ ബിസിനസ്സിലേക്ക് മാറ്റാൻ കഴിയുന്നതാണ്. അതിനനുസരിച്ച് വലിയ ഇൻവെസ്റ്റ്മെന്റും വർക്കിംഗ് ക്യാപിറ്റലും കണ്ടെത്തണമെന്ന് മാത്രം. ഉദാഹരണത്തിന് ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരനായ മുകേഷ് അംബാനിക്കും കേരളത്തിലെ നമ്പർ 1 കോടീശ്വരനായ ജോസഫ് അലി സാറിനും അവരൊരു സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു പാസീവ് ഇൻകത്തിലേക്ക് മാറാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ തൊഴിലാളികളെ കൊണ്ടാണ് ഈ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ബിസിനസ് ഓണറും ബാക്കി വരുന്നവരെല്ലാവരും തൊഴിലാളികളുമാണ് എന്നതാണ് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ ഫിജിക്കാർട്ട് ബിസിനസ്സിൽ എല്ലാവർക്കും ബിസിനസ്സുകാരായി മാറാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇവിടെ തൊഴിലാളികളില്ല, ബിസിനസ്സുകാർ തന്നെ ബിസിനസ്സുകാരെ സൃഷ്ടിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് ഫിജിക്കാർട്ട് എന്ന വസ്തുതയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഈ തിരിച്ചറിവാണ് എല്ലാവർക്കും വേണ്ടത്. അവസാനത്തേതും 9ാമത്തെ പോയിന്റുമായിട്ട് എനിക്ക് പറയാനുള്ളത് റീറ്റെയിൽ ഷോപ്പ് ആയാലും ഫിജിക്കാർട്ട് ബിസിനസ് അവസരമായാലും ഇത് ഒരു സെയിൽസ് പ്രൊഫഷനാണ്. അതായത് ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ മാത്രമാണ്, ഒരു ഉൽപ്പന്നം വിറ്റ് പോകുമ്പോൾ മാത്രമാണ് റീറ്റെയിൽ ഷോപ്പിലായാലും ഫിജിക്കാർട്ട് ബിസിനസ്സിലായാലും ഒരു വരുമാനം സൃഷ്ടിക്കാൻ കഴിയുന്നത്. അതിനാൽ ഒരു ദിവസം ഇത്ര വരുമാനം കിട്ടും എന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന വസ്തുതയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും
ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.